ഹലോ ഗൈസ്, ഞാനും ഫ്രണ്ട്സും ഇന്ന് ഇവിടെ ജർമ്മനിയിലുള്ളൊരു തടാകം കാണാൻ പോവാണ്. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഈ യാത്ര. ആദ്യം സ്റ്റുട്ട്ഗാർഡ് പോകാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നു. പിന്നെ ആ തീരുമാനം മാറി. ഉച്ചയ്ക്കായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഇവന്മാർ വന്ന് എണീപ്പിച്ച് പോവാന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഒന്ന് പതുങ്ങിയേ, പിന്നെ ആലോചിച്ച് എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഒന്ന് പോവാന്ന് വെച്ചു. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഫ്രീഡ്ബർഗാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരമുണ്ട് ഇപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആദ്യം ഫ്രാങ്ക്ഫൂട്ട്, പിന്നെ അവിടെ നിന്ന് ഓഫൻബാഗ്, അവിടെ നിന്നാണ് ഈ തടാകമുള്ള സ്ഥലത്തേക്ക് പോകേണ്ടത്. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ ഒരു 5 മണി 5:30 ആയി. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇറങ്ങിയപ്പോൾ തന്നെ ട്രിപ്പ് കളറായിരുന്നു. റീൽസിലാണ് ഈ സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. അപ്പം തന്നെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പോകണമെന്ന്. പിന്നെ അത് പിന്നീട് പോവാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിന് പുറത്ത് ഞങ്ങൾ ഇറങ്ങി. റീൽസിൽ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. എന്താ പറയുക, ആളൊഴിഞ്ഞ സ്ഥലം, അതേപോലെ തന്നെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഏരിയ, ഫ്രീ സ്പേസ്, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ ആകെ ഉൾട്ടേ പോയി. നമ്മൾ ഈ ജനസാഗരം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയിരുന്നു. ഫുള്ള് ഫാമിലീസ്, സ്റ്റുഡൻസ്, അതുപോലെ കപ്പിൾസ്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഞാനും ശരത്തും ഒന്ന് സ്ലോ ആയി. അപ്പോഴേക്കും ബാക്കിയുള്ള ടീംസ് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഈ കാർ പാർക്കിംഗ് ഏരിയ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ചില്ലറ ആൾക്കാരൊന്നും ആയിരിക്കില്ല അവിടെ. എനിക്ക് ഈ കാർ പാർക്കിംഗ് ഏരിയ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞങ്ങളുടെ നാട്ടിൽ മുളങ്ങത്ത് രാവിലെ ഒരു വണ്ടിയൊക്കെ ടെസ്റ്റിന് കൊടുക്കുന്ന ഗ്രൗണ്ട് ഉണ്ട് ഈ ആശുപത്രിക്ക് പോകണ ആ വഴിയിൽ. അപ്പം ഞാനൊരു ഹെവി വണ്ടി ഓടിച്ചിരുന്ന ആളാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കമ്പനി കയറിയപ്പോൾ ടെസ്റ്റിന് ഒരു വണ്ടി കൊണ്ടുപോയിൻ്റെ. അപ്പം ആ ഒരു ഫീലാണ് എനിക്ക് ഈ ഗ്രൗണ്ട് കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജനസാഗരമായിരുന്നു. ദേ കണ്ടോ, ഇതാണ് ആ ജനസാഗരം. ഇതൊരു ക്ലീവേജ് വ്യൂ ആണ്. ഇത് ഞങ്ങൾ പുറത്തു നിന്നുള്ള ഒരു വ്യൂ എടുത്തതാണ്. ഞങ്ങൾക്കുള്ള വഴി വേറെ വഴിയാണ്. ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് തപ്പി എങ്ങനെ അതിൻ്റെ അകത്തേക്ക് കിടക്കാന്നുള്ളത്. വഴി കാണാണ്ട് ഞാനും ശരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം ഒന്ന് ഓടി. പിന്നെ അവൻ എനിക്ക് കാണിച്ചു തന്നു, ഇതിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നു പറഞ്ഞ് എന്നെയും കൊണ്ട് പോയി. അവർ പോയ വഴി കൂടെ പോയി. എനിക്ക് തോന്നാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാ. അങ്ങനെ ഞാനും ശരത്ത് നടക്കാൻ തുടങ്ങി. അതല്ല എനിക്ക് തോന്നാ ഈ വഴിയാ. ഓ, പക്ഷെ അത് ആയിക്കോട്ടെ അവര് വേറെ ആൾക്കാർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ സ്കേറ്റിംഗ് ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തി. അപ്പോൾ ആ ശരത്ത് ഇങ്ങനെ പറയണ്ടായിരുന്നു അവനെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഈ നാട്ടിലെ കാർ കളക്ഷനൊക്കെയാണ്. കാരണം മിക്ക കാറ് കമ്പനി ഇവിടെ നിന്നാണ്. അപ്പം അതിൻ്റെതായ നല്ല നല്ല ബ്രാൻഡഡ് കാർസ് കൂടി ഉണ്ടാവും. സോ അത് ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയില്ല. നമ്മളിപ്പോൾ ഒരു BMW കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബെൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കിയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പല തരത്തിലുള്ള BMWയുടെയും ബെൻസിൻ്റെയൊക്കെ വിൻറ്റേജ് കാറുകൾ ഇഷ്ടം പോലെയാണ്. ഒരു 10 എടുത്തായാലും ഒരു 5 BMW, അങ്ങനത്തെ തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ ഈ നേരെയുള്ള വഴിക്കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലത്തെത്താൻ പറ്റും. അവനൊരു കാറ് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടില്ല. ആളൊരു ഫോട്ടോഗ്രാഫിക് മൈൻഡാണ് ആളുടെ. എപ്പോഴും ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. ഞങ്ങൾക്കുള്ള ടിക്കറ്റ് ഓൾറെഡി ഞങ്ങളുടെ കൂടെ വന്ന അവന്മാർ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ഇവിടെ സ്റ്റുഡൻസിന് കൺസെഷൻ ഉണ്ട്. അവരുടെ സ്റ്റുഡൻറ്റ് കാർഡ് കാണിച്ചാൽ മതി. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ക്ലിൻ്റൻ്റെ സ്റ്റുഡൻറ്റ് കാർഡ് കാണിച്ച് ഞങ്ങൾക്കുള്ള എല്ലാ ടിക്കറ്റും കൺസെഷൻ കിട്ടി. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിലും ഇവിടെ ചിലപ്പോൾ പ്രശ്നം വരില്ല. കാരണം ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങളെ ചെക്ക് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങളെ ചെക്ക് ചെയ്തതായിട്ട് ഞങ്ങൾ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ എന്തോരം ആൾക്കാരുണ്ടെന്ന്. ഇത്ര ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനി തടാകം തന്നെയാണോ. കാരണം നമ്മളിപ്പോൾ ഒരു ബീച്ചിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഒരു തടാകത്തിന് ഇത്ര ആൾക്കാർ വരാൻ കാരണം എന്താണെന്നുള്ളത് എനിക്ക് ഈ ഒരു വ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഒരു തടാകം? നമ്മുടെ നാട്ടിൽ തടാകം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു തടാകം, വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ കാണും, വീഡിയോയിൽ കാണും. ഓൾറെഡി നമുക്ക് ഇവിടെ നിന്ന് നീന്തി നടുക്കെത്തി അവിടെ കയറി നിൽക്കാനും അവിടെ നിന്ന് ചാടാനൊക്കെയുള്ള ഈ പറയുന്ന പോലെ മുങ്ങിപ്പോകാത്ത ബാഗുകളൊക്കെ കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുണ്ട്.
നമ്മുടെ നാട്ടിൽ ഈവൻ ബീച്ചിൽ പോലും നമ്മൾ എന്താ പറയുക ടാൻ കൊള്ളാനോ സൺ ബാത്തിങ്ങോ പരിപാടിയൊന്നും നമ്മൾ ചെയ്യില്ല. ഈവൻ ഫോറിനേഴ്സാണ് കൂടുതലും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവരുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അവർ ഇപ്പോൾ സമ്മറിൽ മാക്സിമം ബോഡി എക്സ്പോസ് ചെയ്ത് ഇത്തരം ഒരു എക്സ്പോഷർ അവർ യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ ഈ പ്രായമായവർ മാത്രമല്ല, മിഡിൽ ഏജ് ആയിട്ടുള്ള കുട്ടികൾ, എല്ലാ ഏജിലുള്ളവരും ഞാൻ കണ്ടു. അതെന്നെ സർപ്രൈസ് ചെയ്യുന്നില്ല, കാരണം നമ്മളിതിനെ പറ്റി അറിയാം. പക്ഷേ റിയാലിറ്റി നമ്മൾ വന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ ചെറിയ കുട്ടികൾ മുതൽ ഇങ്ങനെ ഒരു ശീലത്തിലേക്ക് ഇവർ നയിക്കുന്നുണ്ട്. സോ ദേ ഡോണ്ട് ഫീൽ ഇറ്റ് ആസ് എ ഓക്വേർഡ്. അതൊരു ഓക്വേർഡ് അല്ലെങ്കിൽ വിയേർഡ് സിറ്റുവേഷനാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് ഇതുപോലുള്ളൊരു ബീച്ചോ അല്ലെങ്കിൽ ഒരു തുറന്ന സൺ ബാത്ത് ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്തോ നമ്മൾ പരമാവധി എക്സ്പോസ് ചെയ്ത് കിടക്കില്ല. പക്ഷേ ഇവർക്ക് അതിനോടൊരു മടിയില്ല, കാരണം ഇവർ ചെറുപ്പം മുതലേ അത് ശീലിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ ഷോർട്സൊക്കെ ഇട്ട് പതിയെ തടാകത്തിലേക്ക് ഇറങ്ങാൻ റെഡിയായി. വരണ വഴിക്ക് ഞങ്ങൾ 2-3 കുപ്പി ബിയറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ നൈസായിട്ട് 2 ബിയറൊക്കെ അടിച്ച് ഞങ്ങളുടെ ഗാഡ്ജറ്റ്സൊക്കെ പതിയെ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചു, സേഫാക്കി വെച്ചു. എല്ലാം ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് അതിന് മേലെ കൂടെ നമ്മുടെ ക്ലോത്ത്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പതിയെ താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു അമ്പിളി പറ്റിയത് ശരിക്കും. ഞാൻ ഇവരുടെ ഒപ്പം ഇറങ്ങിയില്ല, ഞാൻ ഇവർ പോണത് വീഡിയോ എടുത്തിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നെ വേറെയും കുറച്ച് ചുറ്റുപാടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ഇവന്മാരെ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി. ഇതാണ് നമ്മുടെ ബാഗ് ഇട്ടാ. ഞാൻ വീണ്ടും വിട്ടു. ഇവന്മാരിത് എവിടെയാ കാണാനില്ല ഗൈസ്, ആൾക്കാരെ കാണാനില്ല. അവനാരെ നോക്കണ കാണാനില്ല. മാനവേ 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 മാനവേ. കുറച്ചേരം ഞാൻ തെരഞ്ഞു, പിന്നെ പെട്ടു മരഞ്ഞ് കാണില്ല എന്ന് വിചാരിച്ചേ. പിന്നെ അങ്ങനെ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഇറങ്ങി. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ അടുത്തേക്ക് ശരത്ത് വന്നു. പിന്നെ ബാക്കിയുള്ളവന്മാരൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ ഇല്ല കിട്ടി ഗൈസ്, കാണാനില്ല. ചാടറാ ചാടറാ, ഞാൻ വരാം. വീഴും അതെ ഗൈസ്, റിസ്ക് എടുത്തിട്ടാണ് വെള്ളത്തിൽ പോയ ഐഫോൺ ഗുഡാക്കമ്മ. വെള്ളമാണ് വാട്ടർ പ്രൂഫാന്ന് പറയണേ. എന്താവോ ഞാൻ ആഴങ്ങളിലേക്ക് പോവാണ്. രാമന്മാരോ അതെ ഗൈസ്, എടുത്തിരിക്കാൻ ഞാനിന്താ കാണിച്ചു തരാം. ഇവര് പറയണ്ട, ഞാൻ അറിയില്ല. എന്റെ ഒന്നും ഉണ്ടോ അടിപൊളിയാണ്, സൂപ്പർ ആണോ? ഐഫോൺ വാട്ടർ പ്രൂഫാടാ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കും. ഗൈസ് വിളിക്കണ്ട, അവിടെ വിളിച്ചു അങ്ങനെ. ഗായ്സ്, ഇതാണ് വെള്ളത്തിലിറങ്ങിയപ്പോൾ അവസ്ഥ. എനിക്കിതൊരു മറ്റേ വണ്ടർലയിൽ നമ്മൾ പൂളിൽ ഇറങ്ങില്ലേ, കടലിൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങണ പൂളില്ലേ, അതിലത്തെ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്ത്. നൈസാണ് ആൾക്കാരൊക്കെ. പിന്നെ അവിടെ ലൈഫ് ഗാർഡ്സ് ഉണ്ട്, ആരെങ്കിലുമൊക്കെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനായിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ കളിച്ച് കയറിയിരിക്കുന്നതാണ്. ഞങ്ങളൊരു 1.5 മണിക്കൂറോളം 2-3 മണിക്കൂറോളം വെള്ളത്തിൽ നീന്തി. ഞങ്ങൾ ഇവിടുന്ന് ഈ കരയിൽ നിന്ന് അവിടെ നടുക്കിലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അവിടെ വരെ ഞങ്ങൾ നീന്തി. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ പിന്നെ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി. ഞങ്ങൾക്ക് ആ ഒരു
ലേക്കിൻ്റെ ഒരു പരിസരം മൊത്തം ആ ലൈഫ് ഗാർഡ്സ് നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അത് ഇവിടെ കുറേ പേര് വോളിബോളൊക്കെ കളിക്കുന്നുണ്ട്. നൈസാണ്. ഞങ്ങൾ ചോദിക്കണമെന്ന് വെച്ചാൽ കൂട്ടുമെന്ന്, പിന്നെ വിചാരിച്ച് വേണ്ട, നമുക്ക് ഭാഷകളില്ല. ഇതാണ് ഞാൻ പറഞ്ഞ മുങ്ങില്ല എന്ന് പറഞ്ഞ സ്ഥലം. അവിടേക്കാണ് ഞങ്ങൾ പോകണത്, നീന്താൻ പോണത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് നീന്താൻ ആരംഭിച്ചു. ഞങ്ങളവിടെ എത്തി. അടിപൊളിയാണ്. അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസ് കോൾഡാണ്. കണ്ട അവിടെ അടിപൊളിയാണ്. കയറാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ കയറാതിട്ട് പാടുപെട്ടുണ്ട്. ഞങ്ങൾ നീന്താൻ ഞങ്ങോട്ട് പോയ സമയം കൊണ്ട് രാഹുൽ ഇവിടെ വന്നത് പടായി. രാഹുൽ നൈസായിട്ട് സൺബാത്ത് എടുക്കുകയാണ്. അങ്ങനെ ആ സമയം കൊണ്ട് ചെക്കനെ അവിടെ പോയി ഷൂട്ടൊക്കെ ചെയ്തു കേട്ടോ. നൈസായിട്ട് വീഡിയോസൊക്കെ എടുത്ത്. അങ്ങനെ കുറച്ച് നേരം ഞാനിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയപ്പോൾ ഞാൻ ഈ ഒരു വിഷ്വൽ കണ്ട. ഇത് ഞാൻ അവരെ ലൈഫ് ഗാർഡ്സിൻ്റെ ഒരു സ്പോട്ടുണ്ട്, അവിടെ നിന്ന് എടുത്തതാണ്. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ ഈ മുമ്പിൽ കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയേനെ. അവിടെ നിന്ന് എടുക്കാൻ സമ്മതിച്ചില്ല അവർ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചെന്ന് ഷൂട്ടൊക്കെ ചെയ്ത് ഒരുവിധം നിങ്ങളുടെ മുമ്പിലേക്ക് കവർ ചെയ്യാൻ പറ്റിയ വിഷ്വൽസൊക്കെ എത്തിച്ചിട്ടുണ്ട്. അവർ പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നൊന്നും കുഴപ്പം തോന്നിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമുക്കിത് കഴിയുമ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴേക്കും ഒരാളെ ഞാൻ പെർമിഷൻ വാങ്ങിച്ചു. അയാൾ അപ്പോഴേക്കും ഈ എന്താ പറയുക പെട്രോളിങ്ങിനായിട്ട് തടാകത്തേക്ക് ഇറങ്ങി. അപ്പം ഞാൻ ജസ്റ്റ് അവിടുത്തെ പിള്ളേരുണ്ട് ലൈഫ് ഗാർഡ്സായിട്ട്. അപ്പോൾ അവന്മാരോട് ചോദിച്ചപ്പോൾ ഇവരെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. കുട്ടി, ഇന്നത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാരും ഇവിടെ അടിച്ചു കയറി വരുന്നത് ഞാൻ പറയുള്ളൂ. കേട്ടില്ലേ? അപ്പം ഇതാണ് നമ്മുടെ പിള്ളേരുടെ അഭിപ്രായം. ഇവർക്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും ഹാപ്പി ആയിരുന്നു. അത്യാവശ്യം നല്ല. കാരണം ഞങ്ങളിവിടെ ഇപ്പം ജർമ്മനിയിൽ വന്നിട്ട് ഞാൻ 3 മാസം ഇവർ 6 മാസമൊക്കെ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് മീൻസ് നമ്മൾ നാട്ടിലൊക്കെ കൊള്ളം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഇവർ ജസ്റ്റ് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമാണ് ഇവരും പറഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. വൈകിട്ട് 8:30 അവർ ക്ലോസിങ് ടൈം പറഞ്ഞത്. ഇതവിടുത്തെ 8:30 കേട്ടോ, വൈകിട്ടുള്ള 8:30. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇരുണ്ട് ആകെ വെളിച്ചില്ലാണ്ടായനെ. പക്ഷെ ഇവിടെ കണ്ട, ഇവിടെ ഇരുട്ടാവൻ എങ്ങനെ പോലും ഒരു 9, 9:15, 9:30 ആവും. അങ്ങനെ ഒരാളില്ല, ഒരു മനുഷ്യനില്ല ഗൈസ്. ഫുള്ള് ക്ലീനായി. ഇവർ ഭയങ്കരമായി. ഇവർ കഴിഞ്ഞാൽ അപ്പോൾ പൊക്കോളും. നമ്മളെ പോലെ ചുറ്റി കറങ്ങി നിൽക്കൊന്നുമില്ല. നമ്മൾ തന്നെ മലയാളീസായി നമ്മൾ തന്നെ അവിടെ നിൽക്കണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ച് 1-2 പേര്. ഇതൊക്കെ കണ്ട അവിടുത്തെ കടകളാണ്. ഇവിടെ ഫുഡ് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. പിന്നെ DJ പ്രോഗ്രാം ചെയ്യാനും. പിന്നെ ഇവരുടെ ഒരു ബേസിക് കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹൈജീൻ ഭയങ്കര എന്താ പറയുക, നമുക്ക് റെസ്പെക്റ്റ് തോന്നും. കാരണം എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഇവിടെ. ഇവർ കുളിക്കാൻ ഷവർ അന്ന് കയറുമ്പോൾ കുറേ മണലൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി ആ ഒരു ബാത്റൂമിൻ്റെ ക്ലീൻലിനെസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയും വൃത്തി ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. അങ്ങനെ ഞങ്ങൾ പോവാൻ തിരിച്ചു. നമ്മുടെ ജർമ്മനിയിൽ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും മലയാളീസ് ഉണ്ട് ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അത്രയുള്ള ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വൺസ് അഗൈൻ ബൈ ബൈ.